സക്സസ് ഹോമിയോപ്പതിയുടെ ഗ്രൂപ്പിൽ നമ്മൾ കഴിഞ്ഞ PSC പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയ ഡോക്ടർമാരെ ഒന്ന് അനുമോദിക്കുകയും അവരുടെ അനുഭവങ്ങൾ പുതിയ പരീക്ഷ എഴുതുന്ന ഡോക്ടർമാരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള 1-2 സെഷൻസ് കഴിഞ്ഞിരുന്നു. ആദ്യ റാങ്കുകാരിൽ പ്രധാനികളായ ഡോക്ടർ പ്രേംതീഷ്ണ പ്രീതം, ഡോക്ടർ അമൃത, അതുപോലെയുള്ളവർ നമ്മുടെ വേദിയിൽ വന്ന് സംസാരിച്ചു. ഡോക്ടർ അഞ്ജു ശിവറാം ഒരു ദിവസം 1 മണിക്കൂർ പൂർണ്ണമായും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഡോക്ടറുടെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ആദ്യ 10 റാങ്കുകൾ വരുന്ന അല്ലെങ്കിൽ 8ാം റാങ്ക് വരുന്ന ഡോക്ടർ ഷിജിൽ, 10ാം റാങ്ക് വരുന്ന ഡോക്ടർ സനുശ്രീ നാരായണൻ, ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ഷിജിൽ ഈ ലിസ്റ്റിലെ ആദ്യത്തെ 10ൽ വരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ മെയിൽ ഡോക്ടറാണ്. ബാക്കി എല്ലാവരും നമുക്കറിയാം, നമ്മുടെ ഹോമിയോ കോളേജുകളിൽ ഇപ്പോൾ ഒരു വനിതാ പ്രാതിനിധ്യമാണ്. അക്കൂട്ടത്തിൽ പഠിക്കാൻ തന്നെ മെയിൽ ഡോക്ടേഴ്സ് കുറവാണ്, മെയിൽ കാൻഡിഡേറ്റ്സ് കുറവാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ PSC ലിസ്റ്റിലൊക്കെ ഇപ്പോൾ വരുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് തീരെയും കുറഞ്ഞാണ് കാണുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കേട്ടവരെല്ലാവരും തന്നെ കോളേജുകളിൽ കൃത്യമായി പഠിത്തത്തിൽ ഫസ്റ്റ് BHMS മുതലേ വളരെയേറെ ശ്രദ്ധ കൊടുത്തിരുന്നവരും BHMS പഠനകാലത്ത് കൃത്യമായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നവരുമാണ്. ഡോക്ടർ ഷിജിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. കോളേജ് രാഷ്ട്രീയവും SFIയുടെ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ആക്ടിവിറ്റീസ്, കോളേജ് യൂണിയനിലെ ഭാരവാഹി, കോളേജ് യൂണിയനിൽ മാഗസിൻ എഡിറ്റർ എന്നൊക്കെ നിലയിൽ പ്രവർത്തിക്കുകയും അത്യാവശ്യം വേണമെങ്കിൽ ഒരു ഉഴപ്പൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ കോളേജിൽ പഠിക്കുകയും എന്നാൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സ്വന്തം ഹാർഡ് വർക്കിലൂടെ കഴിഞ്ഞ AIPGT ക്രാക്ക് ചെയ്തു. ഈ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്കുള്ള PSCയിലും വളരെ മെച്ചപ്പെട്ട നിലയിൽ 8ാം റാങ്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാനൊക്കെ ഇതുപോലെ ഒരു അനുഭവത്തിൽ കടന്നു വന്ന ഒരാളാണ്. ഞാനിപ്പം നിങ്ങൾ പലർക്കൊക്കെ അറിയായിരിക്കും, 1995 PSCയിൽ കോളേജിൽ പൂർണ്ണമായും ഉളപ്പി നടന്ന രാഷ്ട്രീയം കളിച്ചും അടിയും തല്ലും വഴക്കും ഒക്കെ ഉണ്ടാക്കി, പ്രത്യേകിച്ച് കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കോളേജിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, യൂണിയൻ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സജീവമായിട്ട് നിൽക്കുകയും കോളേജിൽ കഷ്ടിച്ച് എല്ലാ വർഷവും പാസ്സായി പോകുന്ന ഒരു ആവറേജ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വരികയും എന്നാൽ 95 PSCയിൽ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ അധ്യാപകരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ റാങ്കിൽ വരികയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടർ ഷിജിലിനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ഷിജിലിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാകും. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബേസ് ഇല്ലാതെ, ഇല്ലെങ്കിൽ കോളേജിൽ അത്ര വലിയ ഒരു പഠിപ്പിസ്റ്റ് ആകാതെയും PSC ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അനുഭവമായിരിക്കും ഡോക്ടർ ഷിജിൽ ഇവിടെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഡോക്ടർ ഷിജിൽ 2013 കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും 2019 പാസ് ഔട്ട് ആകുകയും ചെയ്തതാണ്. ഡോക്ടർ ഷിജിലിന്റെ വൈഫിനെയും ഒരു പക്ഷേ ഈ വേദിയിൽ പലർക്കും അറിയാമായിരിക്കും, ഡോക്ടർ അമൃത അശോകൻ. ഡോക്ടർ അമൃത സക്സസ് ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സക്സസ് ഗ്രൂപ്പിൽ നിന്ന് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് ആ ഒരു തസ്തികയിൽ ഒരു കോൾ ഫോർ ചെയ്തപ്പോൾ നമ്മളാണ്, സക്സസ് ഗ്രൂപ്പിലാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. സക്സസ് ഗ്രൂപ്പിലുള്ള എല്ലാവരും അതിൽ എഴുതണം, അതൊരു വലിയ നേട്ടമാണ് എന്ന് ഞാൻ അന്ന് പ്രത്യേകം പറയുകയും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 2 ഡോക്ടർമാർ അതിൻ്റെ പ്രിലിമിനറി, മെയിൻ ഇന്റർവ്യൂ 3 ഘട്ടങ്ങൾ, പിന്നെ മെഡിക്കൽ, ഇങ്ങനെ 3-4 ഘട്ടങ്ങൾ പാസ്സായ കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരിൽ നിന്ന് 2 പേർ, ആ 2 പേരും സക്സസ് ഗ്രൂപ്പിന്റെ പ്രതിനിധികളായിരുന്നു. അവർ 2 പേരും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അവരെ അനുമോദിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഡോക്ടർ അമൃത അശോകനാണ് ഡോക്ടർ ഷിജിൽ ഡോക്ടറുടെ ബെറ്റർ ഹാഫ്. അപ്പോൾ നമ്മൾ അധികം സമയം ആമുഖം പറയാനായിട്ട് എടുക്കുന്നില്ല. ഞാൻ ഡോക്ടർ ഷിജിൽ ഡോക്ടറെ
വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഷിജിൽ ഡോക്ടർ സക്സസ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ഞാൻ കാസർഗോഡ് DMO ആയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വരികയും ഷിജിൽ ഡോക്ടർ അന്ന് 4ാം റാങ്കും വൈഫ് 7ാം റാങ്കോ അങ്ങനെ രണ്ടുപേരും റിട്ടേൺ ക്വാളിഫൈ ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് ക്വാളിഫൈ ചെയ്ത് വന്നവരാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഷിജിൽ MDക്ക് ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ 4ാം റാങ്കിനൊക്കെ പോസ്റ്റിങ്ങിൻ്റെ ഒരു അവസരം വന്നിരുന്നു. അപ്പോഴത്തേക്ക് MD ജോയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ എൻ്റെ സക്സസ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ആളാണ്. അപ്പോൾ ഷിജിൽ ഡോക്ടറെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, എങ്ങനെ പഠിച്ചു, എങ്ങനെയാണ് ഒരു PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഡോക്ടർ പ്ലീസ്. താങ്ക് യു സർ. സാർ എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ഡോക്ടറെ കേൾക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഒരു അല്പം ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് എന്നോട് വൈകിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സാരമില്ല, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ സാർ. അത് ഇന്നലെ ചെറിയൊരു ചുമയും ചെറിയൊരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അണ്ടർ മെഡിക്കേഷനിൽ ഇപ്പോൾ കുറച്ച് സ്റ്റേബിൾ ആണ്. അതാ പിന്നെ ഞാൻ ഇന്നലെ വിചാരിച്ചു ചിലപ്പോൾ നമുക്ക് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. ആ രീതിയിൽ കുറച്ച് സിവിയർ ആയിരുന്നു ഇന്നലെ. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. എന്തായാലും ഗുഡ് ഈവനിങ് എവരി വൺ. ആദ്യമായിട്ട് അശോക് സാറിന് ഒരു വലിയ ഒരു നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. നമുക്കറിയാം ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സക്സസ് എന്ന് പറയുന്നത്. ഈ സക്സസ് ഗ്രൂപ്പിനും അശോക് സാറിനും ഇടുന്ന ഈ ഒരു എന്താ പറയുക, ഒരു സെൽഫ്ലെസ് എഫേർട്ടാണ് സാർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഹാർഡ് വർക്കിനും വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ഇപ്പൊ PSC മാത്രമല്ല, PG ആണെന്നുണ്ടെങ്കിലും NHM ആണെന്നുണ്ടെങ്കിലും NAM ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഈ ഹോമിയോപ്പതിക് ഡിഗ്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ സക്സസ് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ എപ്പോഴും ആവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ സക്സസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സാറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. വളരെ ശരിയാണ് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ നല്ല ഒരു അക്കാഡമിക് കരിയർ ഉള്ള ആളല്ല. കുറച്ച് അത്യാവശ്യം ഉഴപ്പനായിട്ടൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ UG ലൈഫ് ഉണ്ടായിരുന്നത്. 2013 UG കംപ്ലീറ്റ് ആയത്. ഞങ്ങളുടെ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇയർ വെച്ചിട്ടല്ല പറയാറ്, ബാച്ച് വൈസ് ആണ് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ 36 ബാച്ചിലാണ്. 2019 തന്നെ പാസ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ 2027 PSC ആണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കുറച്ച് നേരത്തെയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് ഒരു തോന്നലുണ്ടാവും. ഏകദേശം ഇനി എക്സാമിന് 2 വർഷത്തിൽ കൂടുതൽ സമയമുണ്ടാവും. 2 വർഷം 4, 5 മാസം കൂടെ സമയമുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ? ഓക്കെ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ 2026 ഡിസംബർ അവസാനത്തോടു കൂടി. എന്താന്ന് വെച്ചാൽ 2027 കലണ്ടർ വർഷത്തിൽ ഹോമിയോപ്പതിക് മെഡിക്കൽ ഓഫീസറിന്റെ PSC എക്സാം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് അതാണ് വരിക. അതിനുശേഷം 2 3 മാസത്തിന് ശേഷം എക്സാമിന്റെ ഡേറ്റ് കാണിച്ചുകൊണ്ട് മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടെ വരും. അപ്പൊ ഈ 2 നോട്ടിഫിക്കേഷനാണ് ആദ്യം വരിക. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2023ന്റെ കാര്യമല്ല പറയുന്നത്. 2018 നടന്നത് PSCക്ക് ലിസ്റ്റ് വന്നത് 2020 ഒക്ടോബർ മാസത്തിലാണ്. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം 2023 ഒക്ടോബർ വരെ PSC വെയിറ്റ് ചെയ്തിട്ടില്ല. 3 വർഷം കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കാലാവധി കഴിയുമല്ലോ. നമുക്ക് എക്സാം നടന്നത് 2023 ജൂൺ 24 ഞങ്ങളുടെ PSC എക്സാം കഴിഞ്ഞത്. അപ്പോ ശരിക്ക് കാലാവധി കഴിയുന്നതിന്റെ ഒരു 3, 4 മാസം മുമ്പ് തന്നെ PSC എക്സാം നടത്തി ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റും ഫസ്റ്റ് റൗണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരെ തീരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എന്തായാലും എല്ലാവർക്കും അറിയാം. ഏകദേശം 5000-ഓളം ആളുകളാണ് കഴിഞ്ഞ PSCയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയാം 4800 ചില്ലാൻ എന്തോ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു വലിയൊരു നമ്പറാണ്. അതിൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 100ന്റെ താഴെ എന്ന് പറഞ്ഞാൽ അത്ര സേഫ് ആയിട്ട് കാണാൻ പറ്റില്ല ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഒരു 60, 70 റേഞ്ചിലുള്ള ഒരു റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു വേക്കൻസി അവിടെ ഉണ്ട്, നമുക്കൊരു സീറ്റ് പ്രതീക്ഷിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള
റാങ്ക് എത്തണം. അപ്പോ നമ്മള് മാക്സിമം ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഫയറാണോ ഉള്ളത്, ആ ഒരു ഫയർ നമ്മള് ഈ 2026 ഡിസംബർ വരെ ആ ഒരു ഫയർ മെയിന്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. 2026 വരെ എന്ത് വില കൊടുത്തും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. 2026 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഡിസംബറിലുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ട്രാക്കിലാവും. നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള കോമ്പറ്റീഷന്റെ നിലവിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവായിരിക്കും. ആരും ഇപ്പൊ അത്ര വലിയ സീരിയസ് ആയിട്ട് PSC എക്സാമിനെ കാണുന്നുണ്ടാവില്ല. പക്ഷെ 2026 ഡിസംബറിന് ശേഷം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നിലവിലുള്ള കോമ്പറ്റീഷന്റെ ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആളുകൾ കൂടാനാണ് സാധ്യത. കാരണം നമ്മളിപ്പോ ഈ തിയറി എക്സാം പാസ്സാവണ പോലെയല്ലല്ലോ. യുജി പാസ്സാവണ പോലത്തെ പരിപാടിയല്ല. നമുക്ക് 50% കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യുന്നവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിപ്പെടാനും അൾട്ടിമേറ്റ്ലി നമുക്കൊരു സീറ്റ് കിട്ടാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ തുടങ്ങുക 2026 ഡിസംബർ വരെ ഇത് മെയിന്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എന്റെ PG പ്രിപ്പറേഷൻ ആണ് എന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ഞാൻ ആദ്യം PGനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്റെ UG കഴിയാൻ ഉള്ള സമയത്ത് ഞാൻ വിചാരിച്ചത് എന്തായാലും ക്ലിനിക്ക് നോക്കാം. ഇനി PG എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലോങ് ടൈമില് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. നമുക്കൊരു ഡിഗ്രി എക്സ്ട്രാ കിട്ടും എന്നല്ലാണ്ട്. പിന്നെ ഈ ആ സമയത്തൊക്കെ ഒരുപാട് വൈകിട്ടാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് PG വേണ്ട, നമുക്ക് ക്ലിനിക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ നിന്നത്. അങ്ങനെ ഞാന് ആഹ്, പക്ഷെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഒരു ചെറിയ രസകരമായ സംഭവം ഉണ്ടായി. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഈ 2018 ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് PHF ഒരു ആഹ്, പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് നടത്തിയിരുന്നു. നമുക്ക് ഫേസ്ബുക്ക് വഴിയുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതില് ആഹ്, ഈ ഓരോ ദിവസം ഉള്ള മാച്ചിന് എത്ര ഗോളിനാണ് ഒരു ടീം ജയിക്കുന്നത്, അല്ലെങ്കിൽ സമനിലാവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗോൾ ശരാശരിയിലാണ് സമനിലാവുന്നത്. ഇത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ ജയിക്കുന്നവർക്ക് PHF ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നത് അവരുടെ ഒരു 3 വോളിയുള്ള ബുക്കായിരുന്നു. അപ്പൊ ഞാനതിൽ വിൻ ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ എന്റെ ഒരു ജൂനിയർ 2 തവണ വിൻ ചെയ്തു. അപ്പൊ അവന് 2 സെറ്റ് ഇതേ ബുക്ക്. ഇവരുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കാണ്. അപ്പൊ അവന് 2 പ്രാവശ്യം കിട്ടിയപ്പോൾ ഞാൻ അതിലൊരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ എന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കള് ഈ PSC കോച്ചിങ്ങിന് PHFന്റെ PG കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടെ എന്റെ കയ്യിൽ ഓൾറെഡി ബുക്ക് ഉണ്ട്. എന്നാ പിന്നെ കുറച്ചു കാലം പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ കൂടെ കൂടിയത് ഞാൻ ഒട്ടും സീരിയസ് ആയിട്ടല്ലായിരുന്നു പോയിരുന്നത്. ഞാൻ അവരുടെ കൂടെ ഉള്ള ആ ഒരു ടൈം എൻജോയ് ചെയ്യാ എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പോയി ആദ്യത്തെ സമയമൊക്കെ ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് തിരിച്ചു വന്ന് ഹോസ്റ്റലിൽ വന്ന് കിടന്നുറങ്ങുക. പിന്നെ പതുക്കെ പതുക്കെ അത് സ്കിപ്പ് ചെയ്തു മൊത്തത്തില്. ഒഴിവാക്കി. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എലിജിബിൾ ആയിട്ട് കൂടി ഞാൻ ആ സമയത്ത് PSC PG ഞാൻ എഴുതിയിട്ടില്ല. ആ സമയത്ത് PG എഴുതാണ്ട് പിന്നെ ഞാൻ നേരെ തന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയൊരു സെറ്റപ്പിലുള്ള ക്ലിനിക്കാണ് തുടങ്ങിയത്. നമ്മുടെ ഇന്റേൺഷിപ്പിന് കിട്ടുന്ന ഒരു സേവിങ്സ് വെച്ചിട്ട് വലിയൊരു അങ്ങാടിയല്ല, ചെറിയൊരു നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന റെന്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ സ്പേസിലാണ് ഞാൻ ക്ലിനിക്ക് തുടങ്ങിയത്. ക്ലിനിക്കിന് വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. നമ്മുടെ സഹ്യ പോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് അറിയാം ഫേസ്ബുക്കിലുള്ള. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ഈ ക്ലിനിക്കൽ ടിപ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരുപാട് ഞാൻ നോട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് പരിചയമുള്ള സീനിയർ ഡോക്ടേഴ്സിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ കണ്ടീഷനിൽ ഏത് മെഡിസിനാ കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് മെഡിസിൻ ഒക്കെ എഴുതി വെക്കും. പിന്നെ ഈ കോവിഡ് സമയമാണ് 2019 ഞാൻ പാസ് ഔട്ട് ആയത്. 2019 അവസാനത്തോടു കൂടി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2020 ഒക്കെ ആയപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് വീണ്ടും കുറച്ചും കൂടി ഒരു അവസരം ഉണ്ടായി. ഇതുപോലത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് ഈ നമ്മുടെ ഹോമിയോപ്പതി ഓർഗനൈസേഷൻ കുറെ വെബിനാർസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വെബിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയും ഇനിയിപ്പോ ഒരു പേഷ്യന്റ് വന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പോ നിർഭാഗ്യവശാൽ ഞാൻ വിചാരിച്ച രീതിയിൽ എന്റെ ക്ലിനിക്ക് ക്ലിക്ക് ആയില്ല. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു 2021. അപ്പൊ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ. അപ്പൊ ക്ലിനിക്ക് കൊണ്ട് അതൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോഴാണ് കോവിഡ് സമയമാണല്ലോ ആ സമയം. അപ്പൊ കോയമ്പത്തൂർ ഒരു കോവിഡ് സെന്ററിലേക്ക് ഒരു ഡ്യൂട്ടി ഡോക്ടർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു
ആഡ് കണ്ടു. അപ്പൊ ഞാൻ അവരെ വിളിച്ച് എൻക്വയറി ചെയ്തു. അപ്പൊ അവര് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ഒക്കെ പറഞ്ഞു. അവര് പറഞ്ഞു മിനിമം 3 മാസം, പിന്നെ കോവിഡ് എത്ര കാലത്തോളാണുള്ളത്, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ തൽക്കാലം ക്ലിനിക്ക് കുറച്ചു കാലം വൈഫിനെ കൊണ്ട് മാനേജ് ചെയ്യാന്നുള്ള രീതിയിലാക്കി. അവൾക്ക് ഓൾറെഡി ആ സമയത്ത് കോഴിക്കോട് ഹോമിയോ കോളേജിൽ CCP ട്യൂട്ടറായിട്ട് ജോലി കിട്ടിയിരുന്ന ഒരു സമയം. അപ്പൊ അതൊരു പാർട്ട് ടൈം ജോബ് പോലെയായിരുന്നു ആ സമയത്ത്. അതില് ആഴ്ചയിലൊരു 3 4 ദിവസമേ അവൾക്ക് പോകേണ്ടതുള്ളൂ. അപ്പൊ അല്ലാത്ത ദിവസങ്ങളില് ക്ലിനിക്ക് അവള് മാനേജ് ചെയ്യായിരുന്നു. അപ്പൊ ഞാനിവിടെ പോയിട്ട് ഇവര് 3 മാസത്തേക്കാ വിളിച്ചതെന്നുണ്ടെങ്കിലും സാലറി ഒക്കെ നല്ലതായോണ്ടാ പോയത്. അവര് 3 മാസത്തേക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ല ഒരു എമൗണ്ട് സേവിങ്സ് കിട്ടുമായിരുന്നു. പക്ഷെ അവര് 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു സെന്റർ ക്ലോസ് ചെയ്ത് പോയി. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അടുത്തടുത്ത് വേറെ സെന്ററുകൾ തുടങ്ങി. ആദ്യ സമയത്തൊക്കെ മറ്റു ഹോസ്പിറ്റലുകള് കോവിഡ് കേസ് വന്നു കഴിഞ്ഞാൽ ഈ സെന്ററിലേക്ക് റെഫർ ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ ഹോസ്പിറ്റലുകൾക്ക് പണ്ടൊക്കെ ഒരു ഭയങ്കര പേടിയായിരുന്നല്ലോ ആദ്യം. അവര് ഹോസ്പിറ്റലിൽ നോക്കൂല, ഈ ഒരു സ്പെഷ്യൽ സെന്ററിലേക്ക് റെഫർ ചെയ്യുന്ന പരിപാടി പിന്നെ മാറി. പിന്നെ ഹോസ്പിറ്റലുകൾ തന്നെ രോഗികളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നല്ല രീതിയിൽ ഈ കോവിഡ് സെന്ററുകളിൽ പേഷ്യന്റ് കുറഞ്ഞു. അൾട്ടിമേറ്റ്ലി അവർക്കത് ക്ലോസ് ചെയ്യേണ്ടി വരികയും ചെയ്തു. അപ്പൊ 3 മാസം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതിൽ എനിക്ക് 1 മാസം കൊണ്ട് അവരത് ക്ലോസ് ചെയ്ത് എനിക്ക് നിർത്തി പോരേണ്ടി വന്നു. വീണ്ടും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. വീണ്ടും ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന സമയത്താണ് കണ്ണൂര് ഒരു ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഡിസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിയില് ഇതുപോലെ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ആ ഒരു സമയത്ത് ക്ലിനിക്ക് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ കണ്ടത്. ഇതാകുമ്പോ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെന്റിന്റെ കാര്യം നോക്കണ്ട, മെഡിസിന്റെ എക്സ്പെൻസ് ഒന്നും നമ്മൾ നോക്കണ്ട. നമുക്കൊരു ഫിക്സഡ് സാലറിയാണുള്ളത്. ചെറിയ എമൗണ്ട് ആണ്, എന്നാലും ആ സമയത്ത് എനിക്കത് നല്ലൊരു എമൗണ്ട് ആയിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അവിടുന്നാണ് ഞാൻ പിന്നെ പിജിക്ക് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അവിടത്തെ ഓണർക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു നമ്മള് പിജിക്ക് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയൊന്നും. അപ്പൊ ബുക്കായിട്ടൊന്നും നമുക്ക് ക്ലിനിക്കിൽ പോകാൻ പറ്റില്ല. പേഷ്യന്റ് ഇല്ലാത്ത സമയത്ത് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ ബുക്കില്ലാണ്ട് പ്രിപ്പയർ ചെയ്യൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ സിസ്റ്റത്തിൽ ചില മെറ്റീരിയൽസിന്റെ സോഫ്റ്റ് കോപ്പീസ് ഒക്കെ അതിലേക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ച്. എന്നിട്ട് പേഷ്യന്റ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇദ്ദേഹം വരും, ഓണർ വരും. നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കും. ഈ ഫ്യൂച്ചറായിട്ട് നമുക്ക് ഇത് നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കും. മൂപ്പര് ഇല്ലാത്ത സമയത്ത് മൂപ്പര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പണിയായിട്ട് വരുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പര് അറിയാണ്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പഠനമായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ സോഫ്റ്റ് കോപ്പി ആ സമയത്ത് ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ബുക്ക് ഷുവർ സക്സസ് മാജിക് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതിന്റെ ആ ഒരു സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കാസർഗോഡ് നാമിലേക്കുള്ള കോള് വന്നിട്ടുണ്ടായിരുന്നു. സാർ അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെനിക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് തന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതില് 5th റാങ്കിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതിൽ 4th റാങ്ക് വരെ കേറി തോന്നുന്നുണ്ട്. പിന്നെ അതിനുശേഷം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നാം എക്സാം നടത്തി. ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോയെന്നാ തോന്നുന്നു. സാർ അങ്ങനെയല്ലേ? പിന്നീട് ആ ലിസ്റ്റ് ക്യാൻസൽ ആയില്ല. അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനും റിട്ടയർ ചെയ്ത് പോയിരുന്നു. എനിക്കതിന്റെ ഒരു 3 പേരെ മറ്റോ ഞാനുള്ളപ്പോ എടുത്തു. പിന്നെ ഒരാളെ കൂടെ ഞാൻ പോയതിനു ശേഷം എടുത്തു തോന്നുന്നു. എന്തായാലും ആ ലിസ്റ്റ് ക്യാൻസൽ ആയി. ആ. അപ്പൊ ഈ ഒരു എക്സാം ഞാന് എക്സാമിന് മുന്നേ തന്നെ അതിലൊരു ഈ പ്രസ് റിലീസ് കണ്ട് അതില് ഞാൻ നമ്പറിൽ വിളിച്ചപ്പോ സാറിനായിട്ട് ഞാൻ നേരിട്ട് അപ്പനാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. സാർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ നിലവിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത്. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ 2 മൊബൈൽ ക്ലിനിക്ക് കൂടെ വരാൻ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടെ ഈ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡോക്ടേഴ്സിനെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയത്. പക്ഷെ എന്റെ റാങ്ക് 5ാം റാങ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു റാങ്കില്. കാരണം ആ സമയത്ത് പ്രിപ്പറേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടൊക്കെ ഉള്ള സമയമാണ്. അതിന്റെ മുന്നേ ഞാനൊരു പിജി എക്സാം എഴുതിയിരുന്നു. അതില് 600 പ്ലസ് ആണ് റാങ്ക് വന്നത്, 600 പ്ലസ്. അപ്പോ ഈ ഒരു എക്സാമിൽ 5th റാങ്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. നല്ലൊരു സാധ്യതയുണ്ട് നമുക്ക് കോമ്പറ്റീഷൻ എക്സാം, MCQ ലെവൽ എക്സാം നമുക്ക് വഴങ്ങും എന്നുള്ളത് തോന്നിയത് ഇതുപോലെയുള്ള ഈ ഫസ്റ്റ് NIM റിട്ടൺ എക്സാം എഴുതിയതിന് ശേഷമാണ്. അതിൽ 5th പൊസിഷനിൽ റിട്ടൺ എക്സാമിന്റെ സമയത്ത് തന്നെ സാറ് നമുക്ക് ഇത് വായിച്ചു തന്നിരുന്നു അവിടുന്ന് പേപ്പർ. നമുക്ക് പൊതുവെ ഒരു പൊതു ധാരണയുള്ളതാണ് നമുക്ക് ഇതുപോലത്തെ ഈ ഡിസ്ട്രിക്ട് വൈസ് ആയി നടക്കുന്ന NHM, NIM പോലുള്ള എക്സാമുകളിൽ സീറ്റൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചതായിരിക്കും. ഇത് അത്ര ട്രാൻസ്പാരന്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല എക്സാം നടക്കാന്നൊക്കെയുള്ള ഒരു പൊതുധാരണ ഉണ്ട്. എന്തായാലും ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാലും സത്യം അതല്ല. അപ്പൊ ഞാന് ആ ഒരു
ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ എക്സാം എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കും. ഞാൻ അതിന് ശേഷം കുറെ എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കും റിട്ടൺ എക്സാം ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കും. കാരണം ഇന്റർവ്യൂ മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് ആദ്യം അറിയാം. റിട്ടൺ എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് ഏഹ്, ആ ഒരു പേപ്പറിലേലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ സാറ് നല്ല അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്തിയ ഒരു എക്സാം ആയിരുന്നു അത്. അതിനുശേഷം ഒരു ഇന്റർവ്യൂ നടത്തിയത് ശരിക്കും ഇന്റർവ്യൂവിന് അങ്ങനെ മാർക്ക് അങ്ങനെ അതൊരു ശരിക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. തിയറി എക്സാമിന്റെ ബേസിസിൽ തന്നെയാണ് തോന്നുന്നത് അതിന്റെ റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയത്. റിട്ടൺ എക്സാമിന് എനിക്ക് കിട്ടിയ അതേ ഓർഡറിൽ തന്നെയായിരുന്നു ഫൈനൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും വന്നത്. ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സാറിനെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായി ഇനി പുതിയ സീറ്റ് വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അവസാനം പിന്നെ എനിക്ക് ഇവിടെ പിജി കിട്ടി. അതിനുശേഷം പിന്നെ ആ ലിസ്റ്റ് ക്യാൻസൽ ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ പിജി എക്സാം മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് പിജി കിട്ടിയത്. പിജി ആണ് ശരിക്കും എന്റെ ബേസ് പ്രിപ്പറേഷനിൽ ഏറ്റവും ബേസ് ആയിട്ട് വന്നത് പിജി തന്നെയാണ്. ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി എഴുതിയ പിജി എക്സാം ആണ് 2022 പിജി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഹ് എന്റെ വൈഫ് പറയും നിങ്ങൾക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് ചിലപ്പോ നിങ്ങക്ക് പണി തരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ നടന്ന പോലെയായിരുന്നു ആ എക്സാം. മൂന്നാമത്തെ എന്റെ പിജി എക്സാം ആദ്യത്തെ ഒരു 3, 4 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാത്തത് വന്നു. അവിടുന്ന് തന്നെ പ്രഷറായി. പിന്നെ കാണുന്നത് ഒരു 50-50 ചാൻസ് തന്നെ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത്, കമ്മിറ്റ് ചെയ്ത് പലതും റോങ് അടിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ 2022 പിജി ക്വസ്റ്റ്യൻ പേപ്പർ പിജി അറ്റൻഡ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അതിലൊരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അസർഷൻ റീസൺ എന്ന് പറയുമ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺസ് ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. എയും ബിയും ഓപ്ഷൻ ഇത് തന്നെ. അപ്പൊ ഞാൻ ഈ കണ്ണും തിരുമ്പിയിട്ട് ഇത് പിന്നെയും പിന്നെയും വായിച്ചു നോക്കും. ഇതെന്താ എന്റെ സിസ്റ്റത്തിൽ മാത്രമുള്ള പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതും കൂടി കണ്ടപ്പോ ഒരു 3, 4 അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാത്തിലും ഇത് തന്നെ. എ ഓപ്ഷനും ബി ഓപ്ഷനും ഒരേപോലെ കിടക്കുന്നു. അപ്പൊ ഞാൻ എന്റെ തൊട്ടടുത്തുള്ള അതെനിക്ക് അറിയുന്ന എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ അവരോട് ഒന്ന് തട്ടി വിളിച്ച് ഞാൻ ചോദിക്കാൻ നോക്കി. പക്ഷെ അവർക്ക് പേടിയായിരുന്നു. ഇനി ക്യാമറയിൽ പിടിച്ചിട്ട് അവരെ ഡീബാർ ചെയ്ത് കളയാനോ എന്നുള്ളൊരു പേടി കൊണ്ട് അവര് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഇൻവിജിലേറ്ററെ വിളിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവര് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞത് എല്ലാ പേപ്പറിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്താണ്. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് ആലോചിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കുറച്ച് ടെൻഷനും ഇതൊക്കെ ആയിട്ട് കുറെ സമയം അങ്ങനെ പോയി. എന്റെ ഫസ്റ്റ് റൗണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ റൗണ്ട് നോക്കുമ്പോ തന്നെ സമയം തീർന്നു. ഒരുപാട് നെഗറ്റീവ് അടിച്ച്. ഒരു 35ഓ അതിൽ കൂടുതൽ എന്തോ നെഗറ്റീവ് വന്ന്. അങ്ങനെ റാങ്ക് 229 കിട്ടിയത്. ഞാൻ ഒരു അഹങ്കാരത്തിന്റെ പുറത്തൊക്കെ പറയായിരുന്നു. കോഴിക്കോട് ഹോമിയോ കോളേജിൽ കിട്ടുക എന്നുള്ളത് എന്റെ ലീസ്റ്റ് പ്രയോറിറ്റി മാത്രാന്നൊക്കെ പറയും. അപ്പൊ അത് ഒരു വല്ലാത്തൊരു കടന്ന കൈയായി പോയി. ഇനി തിരുവനന്തപുരത്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു അവസാനം. പക്ഷെ കേരളത്തിൽ കിട്ടൂലാന്ന് മനസ്സിലായപ്പോ പിന്നെ ഞാന് സ്റ്റൈപ്പൻഡ് കൂടുതലുള്ള കോളേജാണ് പിന്നെ നോക്കിയത്. സൗത്തിലുള്ള കുറച്ച് കോളേജില് ഞാൻ വേണ്ടാന്ന് വെച്ചു. സ്റ്റൈപ്പൻഡ് കുറവായതുകൊണ്ട്. യുപി, ബീഹാർ, പിന്നെ ഡൽഹി അവിടൊന്നും നമ്മള് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡൽഹി, എൻഐഎസ് ഇവിടെയൊക്കെയാണ് പിന്നെ സ്റ്റൈപ്പൻഡ് ഉള്ളത്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് കോളേജ് പിന്നെ ഓപ്ഷൻ കൊടുത്തപ്പോ ശ്രദ്ധിച്ചത്. ഇവിടെ ഇപ്പത്തെ റിവൈസ്ഡ് സ്റ്റൈപ്പൻഡ് വെച്ച് നോക്കുമ്പോൾ നല്ല സ്റ്റൈപ്പൻഡ് ആണ്. നമ്മുടെ ആർബിടിഎസ് എന്നാണ് കോളേജിന്റെ പേര്. ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്ട് റെപ്പർട്ടറി ആണ്. ഇവിടെ ഇപ്പൊ നിലവില് ഫസ്റ്റ് ഇയർ 83, സെക്കൻഡ് ഇയർ 90, തേർഡ് ഇയർ 99 ഈ ഒരു ലെവലിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റൈപ്പൻഡ് ആണ്. പക്ഷെ വിഷയം എന്താ വെച്ചാൽ നാട്ടിൽ പോകാനും പിന്നെ ഇവിടുത്തെ ലാംഗ്വേജിന്റെ പ്രശ്നം മാരീഡ് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ നാട്ടിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഒരു പിജി. പിന്നെ പിഎസ്സിയിലേക്ക് വരുമ്പോന്ന് പറയുമ്പോ ഞാന് പ്രിപ്പയർ ചെയ്ത മെറ്റീരിയലിനെ കുറിച്ച് പറയാം. പിഎച്ച്എഫിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു 3 കോടിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഷുവർ സക്സസ് മാജിക് അതിന്റെ ആദ്യം സോഫ്റ്റ് കോപ്പി ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ അതിന്റെ ഒരു ബുക്ക് വെർഷൻ വാങ്ങി ഓൺലൈനായിട്ട്. പിന്നെ എയ്സ് അക്കാദമി എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. പിജി സമയത്തായിരുന്നു ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് അത് അത് ഓർഗനൈസ് ചെയ്തിരുന്ന ഡോക്ടർ ദിവ്യ സദാനന്ദൻ എന്നാ ഡോക്ടറുടെ പേര്. അപ്പൊ എന്റെ വൈഫും ആ ഡോക്ടറും ഒരുമിച്ച് സിസിപി ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ വൈഫാ ജോയിൻ ചെയ്തത്. പക്ഷെ വൈഫ് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൾ എനിക്ക് തരുന്നതുകൊണ്ട് ഞാൻ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു അവർ ഇറക്കിയത്. അത് പിന്നീട് അവർ അതിന്റെ ഒരു ബുക്ക് വെർഷൻ ഒക്കെ ഇറക്കിയെന്ന് കേട്ടിരുന്നു. എന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. പിന്നെ പിഎസ്സിന്റെ സമയത്തായപ്പോ പിന്നെ പിഎച്ച്എഫിന്റെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ആ സമയത്ത്.
സക്സസിന്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നായിരുന്നു. സക്സസിന്റെ പക്ഷേ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ആ സമയത്ത് ക്ലിനിക്കിലെ സമയം ആഹ്, 8 മണി വരെ രാത്രി 8 മണി വരെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആഫ്റ്റർനൂണിലൊക്കെ സമയത്താണ് മിക്ക ക്ലാസ്സുകളും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പിന്നെ എന്തായാലും പേഷ്യന്റ് ആരെങ്കിലുമൊക്കെ വന്നിട്ട് അത് ഇന്ററപ്റ്റ് ആവും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഡിസ്കഷൻസ് ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ടായിരുന്നു. എന്ത് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും ചാടി കേറി നോക്കുമായിരുന്നു ആ സമയത്ത്. പിന്നെ ഹോമിയോ ഗുരുജി എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിലൊരു രാവിലെ ആ സമയത്ത് 8:30 മുതൽ 9 വരെ തോന്നുന്നു എംസിക്യൂസ് വരാറുണ്ട്. അപ്പൊ അത് ഫ്രീ ഗ്രൂപ്പാണ്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ. PSCന്റെ ഇതിൽ എക്സ്ട്രാ ഉള്ളത് PHFന്റെ ഓൺലൈൻ PSC കോച്ചിങ് മാത്രമാണ്. അത് PSCന്റെ അടുപ്പിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പിജിക്ക് ഞാൻ കേറിയത് മാർച്ച് 15ലാണ്. മാർച്ച് 2023 മാർച്ച് 15. അപ്പൊ അതിന്റെ മുന്നേ തന്നെ നമുക്കറിയാം PSC വരാനുണ്ടെന്നുള്ളത്. അപ്പൊ ഞാനിവിടെ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന്റെ ശേഷം പഠിക്കാന്നൊക്കെയുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ ആദ്യം കോളേജിന്റെ ഈ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം പതുക്കെ പതുക്കെ നമ്മള് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പരിപാടി തുടങ്ങിയപ്പോഴാണ് മാർച്ച് കഴിഞ്ഞ് ഏകദേശം ഏപ്രിൽ 8, 9 തോന്നുന്നു. ചെറുതായിട്ട് ഒരു ചെറിയ പനി വന്ന്. പനി പെട്ടെന്ന് കൂടാൻ തുടങ്ങി. അതിനുശേഷം വൊമിറ്റിംഗ്, ഡയറിയ എല്ലാ സിംപ്റ്റംസും വന്നു തുടങ്ങി. സംഭവം ടൈഫോയിഡ് ആയിരുന്നു. അപ്പൊ പനീന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഭയങ്കര സിവിയർ പനിയായിരുന്നു. നല്ല വിറയലോട് കൂടിയുള്ള പനി. ഞാന് ഓരോ 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഡോളോ 650 mg എടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ വിറയല് നിക്കുന്നില്ല. ആ രീതിയിലുള്ള പനിയായിരുന്നു ആ സമയത്ത്. അതൊരു എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം ഞാൻ ഈ ഒരു അസുഖത്തിന്റെ പേരിൽ അങ്ങനെ പോയി. ആ സമയത്ത് പിന്നെ പഠിക്കണതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഏകദേശം ഏപ്രിൽ അവസാനത്തോടു കൂടി ഞാൻ ശരിക്ക് 2 മാസം ലീവ് എടുത്തു പിജിന്ന്. ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഞാൻ അങ്ങനെ ഒരു ലീവ് എടുക്കാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ടൈഫോയിഡ് വന്നതോടുകൂടി എനിക്ക് പേടിയായി. കാരണം ഓൾറെഡി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ വന്നതിന് ശേഷം ആ ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യലും, പിന്നെ ഈ ടൈഫോയിഡ് ഒക്കെ ആയിട്ട് നല്ലൊരു സമയം അങ്ങനെ പോയി. മാർച്ചും ഏപ്രിലും അങ്ങനെ തീർന്നു പോയി. പിന്നെ ജൂണിൽ എക്സാം വരാൻ കിടക്കുന്നു. അപ്പൊ ഞാന് ഇവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. നമ്മളെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലായി പോകും പറഞ്ഞു. പിജി എക്സ്റ്റൻഷൻ ആയാലും കുഴപ്പമില്ല. PSC ആണല്ലോ നമ്മുടെ മെയിൻ എയിം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏപ്രിൽ അവസാനം വീട്ടിലേക്ക് തിരിച്ചു കയറി. വീട്ടിൽ തിരിച്ചു കയറി ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ പനി തുടങ്ങി. പനി തുടങ്ങി ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവ് ആണ് ടൈഫോയിഡ്. ടൈഫോയിഡ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. കുറച്ചും കൂടി ഹെവി ഡോസ് വേണ്ടിവരും. എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടത്തെ ഞാന് ആന്റിബയോട്ടിക് ഇൻജെക്ഷൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ആഹ് നമ്മുടെ കോളേജിലുള്ള ഇവിടുത്തെ കോളേജിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അലോപ്പതി ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഞാനിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ടെസ്റ്റ് പോസിറ്റീവ് ആന്ന് പറഞ്ഞപ്പോ അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റലിന്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാന്നുള്ളത് ഇവരെന്നെ പറഞ്ഞതോടുകൂടി അവരെന്നെയായിരുന്നു എനിക്ക് ഇൻജെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. നമ്മുടെ അവര് റൂമിൽ വന്നിട്ട് എന്റെ 2 നേരത്തെ ഇൻജെക്ഷൻ എടുക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരമുള്ള. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പോ ഹോസ്പിറ്റലിൽ പറഞ്ഞു 2 ആഴ്ച നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം. 2 ആഴ്ചത്തെ ആന്റിബയോട്ടിക് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും സമയം പോവാണ്. അപ്പൊ ആഹ് ഓൾറെഡി ഏപ്രിൽ കഴിഞ്ഞു. മെയ് ആയി. മെയ് ആദ്യത്തെ ഒരാഴ്ച വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പനി വന്നത്. വീണ്ടും ഞാന് എന്ത് ചെയ്തു, ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു അഡ്മിറ്റ് ആവാൻ എന്തായാലും പറ്റില്ല. നിങ്ങൾ മെഡിസിൻ എഴുതി തന്നോളൂ. ഞാൻ നാട്ടിലുള്ള അടുത്തുള്ള ഏതെങ്കിലും ലാബിൽ പോയിട്ട് ഇൻജെക്ഷൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ട് ഓരോ ആഹ് രാവിലെയും വൈകുന്നേരം ഈ പറഞ്ഞ ഇൻജെക്ഷൻ പോയിട്ട് അടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണമായിരുന്നു ആ സമയത്ത്. ആ സമയത്തും പ്രിപ്പറേഷൻ ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. എന്താന്ന് വെച്ചാല് നല്ല ക്ഷീണമുണ്ട്. നല്ല വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. പെട്ടെന്ന് ഉറക്കം വരും. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാണ്ട പറ്റാത്ത അവസ്ഥയാണ്. ഹെവി ഡോസ് ആന്റിബയോട്ടിക് ആണ് കയറ്റി. ഹെയർ ഫാൾ വന്നു. ഭയങ്കര ഒരു പ്രശ്നത്തില്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഏകദേശം നല്ല രീതിയിൽ ബെറ്റർ ആയി. അതിനുശേഷമാണ് വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി PSCക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഒരു ഏപ്രിൽ കഴിഞ്ഞു. മെയ് അവസാനത്തോടു കൂടി വീണ്ടും പഠിക്കാൻ തുടങ്ങി. മെയ്, ജൂൺ ലാസ്റ്റിലേക്കുള്ള എക്സാം അങ്ങനെ പക്ഷെ ശരിക്കും PSCക്ക് വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ PGക്ക് ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ ഇതിങ്ങനെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് ആ എക്സാം പൊട്ടി പാളീസായി പോയതാ. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയത് എന്താന്ന് വെച്ചാൽ PG എക്സാമിന് ശേഷം
ഞാനൊരു JRFന്റെ കോട്ടയത്ത് ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് നല്ല രീതിയിൽ 7ാമത്തെ പൊസിഷൻ എന്തോ 7ാമത്തെ റാങ്കാ തോന്നുന്നുണ്ട് ആ സമയത്ത് എത്തിയത്. അപ്പൊ പിജിക്ക് മോശം ഇതായപ്പോ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള ഒരു തോന്നിയ സമയത്താണ് അതിനുശേഷം ഈ ഒരു എക്സാം നടന്നത്. അപ്പൊ അതില് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റാങ്ക് കിട്ടിയപ്പോ എനിക്ക് വീണ്ടും പഴയ പോയ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു വന്ന് ഏഹ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്ന് തോന്നിയത് ആ സമയത്താ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കഥന എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എങ്ങനെ ഏത് രീതിയിലാ പ്രിപ്പയർ ചെയ്തതെന്നും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിന് ശേഷം സനുശ്രീ ഡോക്ടറുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. നിങ്ങൾ അതും കൂടി വെയിറ്റ് ചെയ്യുന്നതാണെന്നറിയാം. എന്താന്ന് വെച്ചാല് ഞാന് മെറ്റീരിയ മെഡിക്കയ്ക്ക് ആഹ് അലൻസ് കീനോട്ടാണ് മെയിനായിട്ട് പ്രൈമറി ആയിട്ട് നോക്കിയിരുന്നത്. പിന്നെ ബോറിക്കിലെ പോർഷൻസ് PHF മെറ്റീരിയലിനാണ് നോക്കിയിരുന്നത്. പിന്നെ ക്രാക്ട് എൻട്രൻസ് നോക്കിയിരുന്നത്. അതില് മെയിനായിട്ട് റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനും, പിന്നെ ഫാമിലി, കോമൺ നെയിം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്. ക്വസ്റ്റ്യൻസ് ഞാന് നോക്കിയിട്ടില്ല. ക്രാക്ട് എൻട്രൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ ബോറിക്കിന്റെ ഒറിജിനൽ ബുക്ക് ടെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അതെന്താന്ന് വെച്ചാല് ഒന്നാമത് അലൻസ് നമ്മൾ എപ്പോ എങ്ങനെ നോക്കി വായിച്ചാലും ഇത് മറന്നു പോകുന്ന ഒരു ബുക്ക് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളിനി ഈ ബോറിക്ക് പോലുള്ള ഒരു വലിയൊരു ബുക്കും കൂടി ഇനി വായിച്ചെടുത്ത് അതിൽ ഇറ്റാലിക്സ് ഇൻട്രൊഡക്ഷൻ പോർഷൻ തപ്പി പിടിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ PHFന്റെ ബുക്കിലൊക്കെ PHFന്റെ മാത്രമല്ല പല ബുക്കിലും ഉണ്ട്. അത് സക്സസിലുണ്ട്, കെയ്സണിലൊക്കെ ഉള്ളതാണ്. ISMA ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. അപ്പൊ PHFന്റെ ബുക്കിലാണ് ഞാൻ ബോറിക്കിന്റെ കണ്ടന്റ്സ് അത് ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ അതിൽ ഒരു പേജ് വായിച്ചാൽ തന്നെ ഒരു 5-6 ഡ്രഗ് ഒക്കെ കവർ ചെയ്യും. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ബോറിക്ക് സെപ്പറേറ്റ് ആയിട്ട് വായിച്ചില്ല. ഞാൻ ഈ ഒരു PHFന്റെ ബുക്കാണ് നോക്കിയത്. പിന്നെ അലൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നുള്ളത് നമുക്ക് അതിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് നമ്മളൊരു ഡ്രഗ് വായിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുന്നതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഒരു ഡേ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ബാക്കി സബ്ജക്ട് പഠിക്കുന്ന കൂട്ടത്തില് അലൻസിൽ കുറച്ച് ഡ്രഗ്സും കൂടെ കൂട്ടത്തിൽ വായിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓരോ ആൽഫബറ്റ്സ് ആയിട്ടായിരുന്നു വായിച്ചിരുന്നത്. തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമ്മൾ എന്തായാലും ചടച്ചു പോകും. അതുകൊണ്ട് തന്നെ ഏതേലും ഒരു ആൽഫബറ്റ് പിക്ക് ചെയ്യും. എന്നിട്ട് അത് ഫിനിഷ് ചെയ്യും. നമ്മൾ ബാക്കി ഏതെങ്കിലും സബ്ജക്ട് പഠിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ പഠിച്ചു പോവാന്നുള്ളതാണ്. പിന്നെ എന്റെയൊക്കെ ആഹ് അലൻസ് കീനോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കാരണം അതിന്റെ ഇന്നർ കവറില് ഞാനിങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന ഈ അലൻസിലുള്ള സിംപ്റ്റംസ് നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുമ്പോൾ ഇത് ഏഹ് വായിച്ചതാണ് പക്ഷെ കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന ചില സിംപ്റ്റംസ് ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് ആൽഫബറ്റ്സ് പോലും ഓർമ്മയുണ്ടാവും. ഇന്ന ആൽഫബറ്റ്സിൽ വരുന്ന സിംപ്റ്റം ആണ്. പക്ഷെ കറക്റ്റ് ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തോന്നുന്ന സിംപ്റ്റംസ് ഞാൻ എന്ത് ചെയ്യും, ഈ ചട്ടേന്റെ ഇന്നർ കവറിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി വെച്ച് അവസാനം ഈ PSC എക്സാം ഒക്കെ ആവുന്ന സമയത്ത് എന്റെ ഈ എഴുതി വെച്ചത് വായിക്കാൻ തന്നെ 2 മണിക്കൂറോളം നമ്മൾ അത്രയും പോയിന്റ്സ് ഞാൻ ഓരോ ഡ്രഗ്സ്ന്നും ഇങ്ങനെ മാറ്റി എഴുതി വെക്കായിരുന്നു. എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന എല്ലാ പോയിന്റ്സും ഞാൻ അതങ്ങനെ മാറ്റി എഴുതി വെക്കും. അങ്ങനെ പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ വായിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒഴിവുണ്ടാവുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഡ്രഗ്സ് വായിക്കാണ്ട് ഈ എഴുതി വെച്ചത് വായിക്കും. അപ്പൊ അതിങ്ങനെ കുറച്ച് റിവൈസ് ചെയ്ത് വായിക്കുമ്പോൾ അത് നമുക്ക് മൈൻഡിൽ ഫിക്സ് ആയി നിന്നോളും. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പ്രൂവറും അതുപോലെ ഏത് ക്ലാസ്സിലുള്ളതാണ്. അപ്പൊ അലൻസിന്റെ ഒക്കെ ഡ്രഗിന്റെ കൂട്ടത്തില് ഏത് ക്ലാസ് ആണ് പ്രൂവറിന്റെ പേരെന്താന്നൊക്കെ അലൻസിൽ അതില്ലല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ ഓരോ ഡ്രഗിന്റെ മേലെ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ കോളേജിൽ വന്നതിന് ശേഷം ചില കുട്ടികൾ ചെയ്ത് കണ്ടതാണ്. നല്ലൊരു ഐഡിയ ആയിരുന്നു. നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുമായിരുന്നു തോന്നിപ്പോയി അത് കണ്ടപ്പോ. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവര് ഈ ഒരു കാര്യം കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക. ക്ലാസും കോമൺ നെയിമും ചിലപ്പോ ബോറിക്കിൽ വേറെ കോമൺ നെയിം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒന്ന് എഴുതി വെക്കുക. അതൊക്കെയാണ് അലൻസിന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ നോക്കിയിട്ടുള്ളത് അലൻസ് കീനോട്ട്, PHFന്റെ ബോറിക്ക്, ക്രാക്ട് എൻട്രൻസ് ഈ 3 ബുക്കുകളാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഓർഗനോണില് എയ്സ് എന്ന് പറഞ്ഞ ഒരു കോച്ചിങ് സെന്ററിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ മെറ്റീരിയൽ ആണ് ഓർഗനോൾ. അഫോറിസം മെയിൻ ആയിട്ട് എയ്സിന്റെ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ക്ലാസ് ഓൾറെഡി കേട്ടതുകൊണ്ട് എനിക്ക് ആ മെറ്റീരിയൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതിലെ അഫോറിസം എയ്സിന്റെ മെറ്റീരിയൽ, പിന്നെ സക്സസ് വളരെ നല്ലൊരു ബുക്കാണ്. സക്സസിന് നമ്മള് ഹോമിയോ ഫീൽഡിലുള്ള ഈ കോമ്പറ്റേറ്റീവ് ബുക്സിനൊക്കെ എഡിഷൻസ് വളരെ കുറവാണ്. സക്സസിൽ 5 എഡിഷൻസ് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് 5 തോന്നുന്നു. അപ്പൊ എഡിഷൻസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ എന്തായാലും അതിലുള്ള എറേഴ്സ് ഒക്കെ അത്രയും മിനിമൽ ആയിരിക്കും. അപ്പൊ എഡിഷൻസ് കൂടുതലുള്ള ബുക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഓർഗനോളിൽ പിന്നെ നോക്കിയിട്ടുള്ളത് IHMA ഞാൻ നോക്കാൻ കാരണം IHMA മെറ്റീരിയൽ ഒന്നും എന്റെ കയ്യിലില്ല.
പക്ഷെ ഞാൻ UG പഠിക്കുന്ന സമയത്ത് IHMന്റെ ഓർഗൻ ഓൺ പാർട്ട് മാത്രമായിട്ട് ഇടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ IHMയുടെ മെറ്റീരിയലും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട്. IHMA സക്സസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എയ്സിന്റെ ആണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. സക്സസ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഹോമിയോപ്പതി സബ്ജക്റ്റിന്. പിന്നെ നോൺ ഹോമിയോപ്പതിക്കിന് ഒറ്റ ബുക്കേ ഉള്ളൂ, ഷുവർ സക്സസ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. അത് 14ാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. 14ാമത്തെ എഡിഷൻ ആണ്. കളർഫുൾ ബുക്കാണ്. പല ബുക്കുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോം കളറാണ്. ഇത് കളർഫുൾ ആണ്, ടാബുലേഷൻ ഉണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോയിന്റ്സ് ഒക്കെ. കുറച്ചും കൂടി സിമ്പിൾ ലാംഗ്വേജ് ആണ്. പലരും റോംസ് ഒക്കെ നോക്കുന്നവരുണ്ടാവും. പക്ഷെ റോംസ് പൊതുവെ പൊതുധാരണയുണ്ട് കുറച്ച് ടഫ് ലാംഗ്വേജ് ആണെന്നുള്ളത്. ഞാനത് കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു PDF ഫയൽ കിട്ടിയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലല്ല പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഷുവർ സക്സസ് മാജിക് എന്ന് പറഞ്ഞ ബുക്കാണ്. അത് 14 എഡിഷൻസ് ഉണ്ട്. നല്ലൊരു മെറ്റീരിയൽ ആണ്. എനിക്ക് ആദ്യമൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നു. കാരണം PGക്ക് വലിയ റാങ്ക് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത് പറയുന്നത്? ഇത് എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടോണ്ടാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ ഡോക്ടർ സഹലയൊക്കെ ഈ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബുക്ക് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ റെപ്പറ്ററിക്ക് കേസൺ നോക്കിയിട്ടുണ്ടായിരുന്നു. കേസിന്റെ ബുക്കല്ല, അതിന്റെ സോഫ്റ്റ് കോപ്പീസ് ഉണ്ടായിരുന്നു. പിന്നെ എയ്സ് അക്കാദമിയുടെ ബുക്ക്, PHFന്റെ ക്ലാസ്. PHFന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PSC സമയത്ത് ഉണ്ടായിരുന്ന ക്ലാസ് ഒക്കെ ഒരുവിധം ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു. അപ്പൊ അതില് ഡോക്ടർ ഷാജിന എന്ന് പറഞ്ഞ ഡോക്ടറുടെ, ഞാൻ UG ചെയ്യുന്ന സമയത്ത് അവിടെ PG ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടറാണ്. അടിപൊളി ക്ലാസ് ആണ് റെപ്പറ്ററിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 3 കേസൺ, എയ്സ്, PHF ഇതാണ് ഞാൻ റെപ്പറ്ററിക്ക് നോക്കിയത്. PHFലെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ PSCന്റെ ക്ലാസ്സിൽ അത് ഞാൻ, പിന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോ ക്ലാസ്സും ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഓരോ ക്ലാസ് ഉണ്ടാവുക. പക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 15-20 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഈ 1.5 മണിക്കൂർ നിങ്ങൾ വീണ്ടും അതിന് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് നോട്ട് എഴുതി വെക്കുക. പിന്നീട് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി പിന്നെ സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ ഫാർമസി പറഞ്ഞ ചെറിയൊരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവൈലബിൾ ആയിട്ട് എല്ലാ സോഴ്സും നോക്കുക. ഞാൻ എയ്സ്, സക്സസ് നോക്കിയിട്ടുണ്ട്, PHF നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ എല്ലാ ബുക്കുകളും പറയുന്നുണ്ട്. അതിൽ ഈ പോയിന്റ്സ് ഒക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബുക്കിലും ഉണ്ടാവില്ല. ചില ബുക്കിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ 1-2 പ്രാവശ്യം നോക്കിയതിനു ശേഷം ഇന്ന ബുക്കിലാണ് ഈ കണ്ടന്റ് ഏറ്റവും കൂടുതൽ നന്നായി കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ ബുക്ക് മാത്രമേ നോക്കുള്ളൂ. എല്ലാം കൂടെ വാരി വലിച്ച് ഒരേ കണ്ടന്റ് തന്നെ പല ബുക്കിലായിട്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ 1-2 ബുക്കുകൾ ഇങ്ങനെ സജഷൻസ് പറയുമ്പോൾ ഞാൻ എല്ലാം വായിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അതിലിപ്പോ ഞാനിത് പറയുന്നില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതിൽ ഏതാണ് നല്ലത്, ഓർഗനോൺ പഠിക്കാൻ ഏതാണ് നല്ലതെന്ന് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഓരോ ഓരോ ഓതേഴ്സിന്റെ ബുക്കല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ നമ്മളത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ, ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് നോക്കിയിട്ട് ആ ഒരു പോർഷൻ നമ്മൾ ഇന്ന ബുക്കിൽ വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ മതി. അപ്പൊ ഹോമിയോപ്പതിയിൽ മെയിൻ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും പറഞ്ഞു. ഓർഗനോൺ, മെറ്റീരിയൽ മെഡിക്ക, റെപ്പറ്ററി, ഫാർമസി. നോൺ ഹോമിയോപ്പതിക്ക് മെയിൻ ആയിട്ട് നോക്കിയത് ഷുവർ സക്സസ് മാജിക് തന്നെയാണ്. പക്ഷെ അതില് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ പിന്നെ അതുപോലെ ENT കുറച്ച് വാസ്റ്റ് ആണ്. ENTക്ക് ഒരു സെപ്പറേറ്റ് പോർഷൻ തന്നെ അതിലുണ്ട്. അതുപോലെ ഒഫ്താൽമോളജി അതും കുറച്ച് വാസ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ PHFന്റെ മെറ്റീരിയലാണ് നോക്കിയത്. കമ്മ്യൂണിറ്റി മെഡിസിനിൽ കുറച്ച് കണ്ടന്റ്സ് കുറവാണ്. അപ്പൊ ഇല്ലാത്ത കണ്ടന്റ്സ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ കണ്ടന്റ്സ് ഇതിൽ ഇല്ല എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. എല്ലാ മോക്ക് ടെസ്റ്റുകളും മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാട്ടോ. ഡോക്ടർ തിരക്കില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സനിശ്രീ ഡോക്ടറുടെ പറഞ്ഞ ശേഷം ഇവരൊരു ഡിസ്കഷനിലേക്ക് വരും. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ PSCയുടെ മാർക്ക് 100-ല് ഇപ്പൊ നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 66 1ാം റാങ്കുള്ള പ്രൈം പ്രീതം ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് മുമ്പത്താണെന്നുണ്ടെങ്കിൽ 62 മറ്റോ ആണ്. അപ്പം നമ്മൾ ഒരുപാട് കയറി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു റേസിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 80+ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതൊരു റിയാലിറ്റിയാണ്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള 85 ക്വസ്റ്റ്യൻ ആയിരുന്നു.
85 എനിക്ക് 18 റോങ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു 80 റേഞ്ചിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ 8, 10 ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ട് റോങ് വരും. ആ റോങ് നമ്മള് മൈൻഡിൽ ആലോചിച്ചിട്ട് തന്നെ വേണം നമ്മൾ ആ ഒരു ലെവലിൽ കാൽക്കുലേഷൻ ചെയ്യണം നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒരു 65 ഒരു 58 മുതലുള്ള മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 15 മുതൽ 20 അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പൊ എല്ലാം ചാടി കയറി കുത്തി നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു പോയിന്റ് കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സയൻസ് ഡോക്ടർ സെഷനും കൂടി കഴിഞ്ഞിട്ട് ചോദിക്കാം. എന്തായാലും എല്ലാവരോടും ഒരു ബെസ്റ്റ് വിഷസും കൂടി അറിയിച്ചുകൊണ്ട് നിർത്താം.